ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. മഗിരി ടൂറിസം നെറ്റ്വർക്കിൻ്റെ ഫാം ടൂറിസം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം വരുന്ന ഗസ്റ്റുകളെ ഫാം കാണിക്കുക. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലുള്ളതാണ്. 73-ാം വയസ്സിലും ജൈവ കാർഷിക രംഗത്ത് സജീവമായ ചെറുപുഴ പാലാവയൽ മലാൻകടവ് സ്വദേശിയായ പെരുമാട്ടിക്കുന്നേൽ ജോയി ജോസഫിനെ തേടി ഇത്തവണയും കാർഷിക പുരസ്കാരം. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരമാണ് ജോയി ജോസഫിന് ലഭിച്ചത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ ജൈവ കാർഷിക രീതിയിൽ മാത്രമാണ് ജോയിയുടെ കൃഷി. എനിക്ക് 73 വയസ്സായി എന്ന് പറഞ്ഞ് ഞാൻ 17-ാമത്തെ വയസ്സ് തുടങ്ങി കൃഷി ചെയ്ത്. 17-ാമത്തെ വയസ്സ് മുതൽ ഇത്രയും കാലം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. കുറച്ച് ശകലം ഷുഗറിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ളതൊന്നുമില്ല. കാലുമുട്ട് വേദന, ബാക്കിയുള്ള വേറെ ശാരീരികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ തെങ്ങ്, കമുക്, കൊടി കുറച്ചുണ്ട്. പിന്നെ കൊക്കോയുണ്ട്, ജാതി, മറ്റേ പഴവർഗ്ഗങ്ങൾ, ഇത് അബിയുണ്ട്. ഇത് അബിയു കുറേ എനിക്ക് 10-15 മരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായെല്ലാം ഈ സീസണെ തീർന്നതാണ്. പിന്നെ കൊക്കോയുണ്ട്. കൊക്കോ നല്ല രീതിക്ക് 350 ചുവട് കൊക്കോയുണ്ട്. പിന്നെ പപ്പായ, മറ്റേ ഡ്രാഗൺ എല്ലാം ഉണ്ട്. പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. പുള്ളിക്കാരത്ത് മരിച്ചു കഴിഞ്ഞാൽ 5-6 വർഷമായി. പിന്നെ മക്കൾ കാനഡയിലുള്ള മോളെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ ഞാൻ പിന്നെ വേറെ ആരും ഇല്ല. ഞാനിപ്പോൾ 6 ഏക്കർ സ്ഥലത്ത് കൃഷി, ഫുള്ള് ഓർഗാനിക് ഫാമിംഗ് ആണ്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ള സ്ഥലമാണ് 6 ഏക്കറും. 70-ൽ തുടങ്ങി കൃഷിയാണ്. പക്ഷേ കുറേ കാലം ഒന്ന് രാസവളങ്ങൾ ആദ്യകാലങ്ങളിൽ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പം കുറച്ച് മണ്ണ് മോശമായി. അപ്പം ഒരു 2 വർഷം ഞാൻ രാസവളം ചെയ്യാതിരുന്നു. ചെയ്യാതിരുന്നപ്പം കൃഷിയിൽ യാതൊരു ആദായങ്ങളോ ഒന്നും കുറവ് കാണുന്നില്ല. അന്നേരം ചോദിച്ചാൽ എന്നാൽ പിന്നെ രാസവളം ഒഴിവാക്കാം എന്ന് നോക്കിയിട്ട് ചെയ്ത് പിന്നെ ജൈവവളം മാത്രം ചെയ്തു. അപ്പം നോക്കുമ്പം രാസവളം ചെയ്യുന്ന അതേ വിളവ് തന്നെ നമുക്ക് ജൈവവളത്തിലും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനും രാസകീടനാശിനി, അതുപോലെ മണ്ണ് നശിച്ചു പോകുന്നു, മണ്ണിരകൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് ഒഴിവാക്കിയിട്ട് ജൈവവളത്തിലേക്ക് വന്നതാണ്. പുള്ളിക്കാറ്റ് പോയതുകൊണ്ടാണ് കൃഷി ലേശം മോശമായിപ്പോയി. എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് നമ്മുടെ എല്ലാമായിട്ട് നിന്നാണ്. വലങ്കൈ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പറയാനുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കേസാണ്. പക്ഷേ സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതുവരെ പിള്ളേരെ എല്ലാം പഠിപ്പിച്ച് അന്ന് കൃഷി ആദായം നല്ലവണ്ണം ഉണ്ട്. തെങ്ങാണേലും കമ്പുകാണേലും നല്ലവണ്ണം ഉണ്ട്. പക്ഷേ ഇന്നിപ്പം എല്ലാം ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടുള്ളൊരു പ്രശ്നം. പക്ഷേ അന്നേരം ഇന്നിപ്പം വിലയുണ്ട്. പക്ഷേ അന്ന് വിലയില്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദന ചിലവ് കുറവായിരുന്നു. പണിക്കാരധികം കൂടുതലില്ല. നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു. അതിപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ തന്നെ അന്ന് നല്ലോണം പണിയെടുക്കാൻ നമുക്ക് ആരോഗ്യമാണ്. ഇന്നിപ്പോൾ അത്ര ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പേരിലൊരു ചെറിയൊരു പ്രശ്നം മാത്രം, അതേ ഉള്ളൂ. ഇത് റെഡ് അടി പപ്പായാണ്. എല്ലാ ആഴ്ചയിലും നമ്മുടെ അടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ അടുത്ത് വണ്ടി വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് എലമെൻസ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ഫെയർട്രേഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ ഒരു വണ്ടി എല്ലാ ചൊവ്വാഴ്ചകളിൽ ഇവിടെ സാധനം വന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തേനേക്കാളും വില കൂട്ടി തന്നാണ് അവരെടുത്ത് പോകുന്നത്. ഇതാ വേറൊരു പപ്പായ. ഇതെല്ലാം നല്ലതായിട്ടുള്ളൊരു പപ്പായാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെയുണ്ട്. പക്ഷേ അത് ഭയങ്കര വെയിലടിക്കുന്നതുകൊണ്ട് തൽക്കാലം ഗ്രീനേറ്റിട്ട് മൂടിയതാണ്. അവിടുന്ന് പടിഞ്ഞാറുനിന്ന് ഭയങ്കര വെയിലടിക്കുന്നു. ഇനിയിപ്പം വെയിലടിച്ചാൽ ഇത് പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ തളുപ്പിൻ്റെ അറ്റത്തൂടെ എല്ലാം കാ വരുന്നത്. ഇനിയിപ്പം എൻഡിലാണ് കാ വരണ്ടേ. കഴിഞ്ഞ വർഷം ഒരു 10-20 കിലോ കാ കിട്ടിയായിരുന്നു. അത് ഞാൻ അവർക്ക് നമ്മുടെ ഫെയർട്രേഡ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് കൊടുത്തുവിടുകയത്. ഇതൊരു മൂവണ്ടമ്മാവാണ്. ഇത് ഏകദേശം നല്ലവണ്ണം വിത്താലൊരു 4-5 കിലോ മാങ്ങ വിത്താൻ കിട്ടുന്നുണ്ട്. 100-500 കിലോ മാങ്ങ ഒരു വർഷം കിട്ടുന്ന. കിലോയ്ക്ക് ഇപ്പം 80-70 രൂപ ഇവിടെ മാർക്കറ്റ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അവർ 70 രൂപ നമുക്ക് തരുന്നുണ്ട് 1 കിലോയ്ക്ക്. ഇത് 2 വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ. 2 3 ഉണ്ട്. ഇത് വെറും പേരിന് മാത്രം വെച്ചതേ ഉള്ളൂ. ഇത് മറ്റേ സ്വീറ്റ് അമ്പഴം. അതിപ്പോൾ ഇലയെല്ലാം പൊളിഞ്ഞിട്ടിപ്പം ഇനിയിപ്പം കായായി വരണം. ഇതിന് അമ്പഴങ്ങ, മധുരമുള്ള അമ്പഴങ്ങ, സ്വീറ്റ് അമ്പഴം. ചക്ക ടേസ്റ്റാണ്. പക്ഷേ പ്ലാവ് നിൽക്കുന്നില്ല. പ്ലാവ് ചക്കയെല്ലാം പെട്ടെന്ന് കേടാവുക. ഇതുണ്ട് ഈ പ്ലാവിൻ്റെ ഈ ചക്കയ്ക്കുണ്ടോ കേടായി വരുന്നത്.
ഇത് മൂത്ത്, പക്ഷേ എന്നാലും മൂത്ത് കഴിയുമ്പോഴേ ഇനി ഞെടുപ്പിന് പെട്ടെന്ന് കേടാവുന്നു. നമ്മുടെ നാടൻ പിലാവ് നിൽക്കുന്ന പോലെ എങ്ങനെയായാലും ഒരു പിലാവ് നിൽക്കുന്നില്ല. ഞാൻ പിന്നെ ഈ ഭാഗം എല്ലാം കൂടെ കുറേ ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം വെച്ചു. ഇവിടെ പേര, അബിയു, മറ്റേ മുള്ളാത്ത, ഇന്നുകൊണ്ട് കുറേ ഐറ്റം. ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇങ്ങനെ അവക്കാഡോ, നാരകം, അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സ് ഐറ്റം മാത്രം ഇങ്ങനെ ഈ ഏരിയ അങ്ങ് വെച്ചേക്കുക. അവിടെ താഴെ കുറേ മാവ് അങ്ങനെ വെച്ചു. ഇതെല്ലാം അബിയോ, ആ കാണുന്നത് ഇത്. അവിടെ അബിയോ ഒരു 10-12 ഉണ്ട്. നാരകമുണ്ട്, പേരയ്ക്കായ, പാഷൻ ഫ്രൂട്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കുന്ന. ഇത് പേരയ്ക്കായ്ക്ക് നമുക്കൊരു 35 രൂപ വെച്ച് അവർ കിലോയ്ക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. അതിന് മെച്ചം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് എടുത്തോളും. നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കേണ്ട. എല്ലാ ചൊവ്വാഴ്ചയും വണ്ടി നമ്മുടെ ഇവിടെ വന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടി മാത്രം വണ്ടി അവിടുന്ന് ഇവിടെ വരും. ഉളിക്കലിൽ നിന്നാണ് വണ്ടി വരുന്നത്. ഉളിക്കലിൽ നിന്ന് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് അവർ കോഴിക്കോട് പോകും. പേര ഒരു വർഷം ഒരു 10-100 കിലോ പേരയ്ക്ക കിട്ടുന്നുണ്ട്. അത് സാധാരണ നാടൻ പേര, നമ്മൾ ബഡൊന്നുമല്ല, സാധാ നാടൻ പേര. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടുണ്ട്. ഇത് മഞ്ഞളാണ്. ഇത് കുറച്ച് മഞ്ഞൾ വിത്തിന് പറിച്ചുകൂടെ. ഇത് മറ്റേ മാങ്ങാഞ്ചി എന്ന് പറയും. നമ്മൾ അച്ചാറിനൊക്കെ ചമ്മന്തി അരയ്ക്കാനും അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് ഇതിന് 10 കിലോയ്ക്ക് 200 രൂപ വിലയുണ്ട്. ഇത് അരിഞ്ഞ് ഉണങ്ങിയിട്ട് വേണേലും വെക്കാം. ഞാനിപ്പോൾ അരിഞ്ഞ് ഉണങ്ങി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. വിത്തിനുള്ള സാധനം എടുത്ത് മാറ്റിയിട്ട് ബാക്കി അരിഞ്ഞിട്ട് ഉണങ്ങി വെക്കാൻ, സൂക്ഷിച്ച് വെക്കാനാണ്. അതിന് പൊടിക്കാൻ വേണ്ടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയായിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത് പച്ചയ്ക്ക് 200 രൂപ വില കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് പ്രഗതി എന്ന് പറഞ്ഞ മഞ്ഞളാണ്. പ്രഗതി ഇത് നല്ല വിളവുണ്ടാകുന്ന സാധനമാണ്. ഇതൊന്നും അല്ല, ഇത് നല്ലവണ്ണം ഉണ്ടാകാൻ 4 കിലോ 5 കിലോ വരെ വിത്ത കിട്ടുന്നതാണ്. വിത്തിന് വേണ്ടി നമ്മൾ ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് അവിടെ ഇവിടെ എല്ലാം വേസ്റ്റായിപ്പോകും കുറേ. ഇതിപ്പോൾ നമ്മൾ ഒടിച്ചു വെച്ചു. ഇതിങ്ങനെ ഒടിച്ചു വെക്കുകയാണെങ്കിൽ ഇതിനെല്ലാം മുള വരും, എല്ലാത്തിനും മുള വരും. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തം വെച്ച് കഴിഞ്ഞാൽ കുറേ പോകും. ഈ വേസ്റ്റ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടില്ലേ. ഇത് ലെമൺ വൈൻ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതിൻ്റെ കായുണ്ട്. കായ് മുകളിൽ കൂടെ ഇത് ഇങ്ങനെ പന്തലയിൽ ഇത് നിറച്ച് കാ കിടക്കുന്നുണ്ട്. ഇത് ജ്യൂസ് അടിക്കാൻ കൊള്ളാം, അച്ചാറിന് ഉപയോഗിക്കാം, വെറുതെ തിന്നാൻ കൊള്ളാം. ചെറിയ പുളിയും മധുരമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. കിലോയ്ക്ക് 100 രൂപ വെച്ച് അവർ നമുക്ക് തരും. അവർ 150-നായിരിക്കും വിൽക്കുന്നത്, നമുക്ക് 100 രൂപ വെച്ചുള്ള വില തരുന്നുണ്ട്. ഇത് നമ്മൾ അടയ്ക്കാൻ ഉണങ്ങുന്ന സാധനമാണ്. ഇതിപ്പം പച്ചതിൻ്റെ അകത്ത് ഇട്ടാലും നമുക്ക് സുഖമായിട്ട് ഉണങ്ങി കിട്ടും. ഇത് ആദ്യം പറിച്ചിട്ട് അത് ഏകദേശം ഉണക്കായി. ഇത് കഴിയുമ്പോഴത്തേനും ഇത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ കാട 200 കാടയുണ്ട്. ഒരു സ്റ്റെപ്പിൽ 100 കാട, അടിയിലത്തെ സ്റ്റെപ്പിൽ 100 കാട, അങ്ങനെ 200 ഉണ്ട്. പക്ഷേ ഇതിപ്പം താഴത്തെ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. അത് ചെറിയ കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞല്ല, മുട്ടയിടാനായി ഇപ്പോൾ ഈ ആഴ്ച തന്നെ മുട്ടയിടുമായിരിക്കും. അപ്പോൾ ഇതിപ്പം മുട്ടയിടുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ മുട്ടയാണ്, നമ്മൾ എടുത്തിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എടുക്കണം. തീറ്റ വെള്ളം കൊടുത്തോളാം. മുട്ട എടുത്തില്ല, അതിൻ്റെ വേസ്റ്റ് എടുക്കണം. അങ്ങനെയുള്ള പരിപാടിയുണ്ട്. കാടമുട്ട ഇപ്പം നമ്മൾ വരുന്നതിൻ്റെ അത്രേ ഉള്ളൂ. ഒരു 90 മുട്ട ഒരു ദിവസം ഡെയിലി. അതും കൂടെ ആകുമ്പം 180 മുട്ട ഒരു ദിവസമാവും. ഇപ്പം മുട്ടയ്ക്ക് നല്ല ചിലവാണ്. മുട്ട തികയുന്നില്ല. പക്ഷേ അധികം നമുക്ക് വളർത്താനും പറ്റില്ല. ഒരു പരിധിക്കുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ വന്നില്ലെങ്കിൽ, ചിലവായില്ലെങ്കിൽ വിഷമം. അതുകൊണ്ട് വേനൽക്കാലമാകുമ്പോൾ പെട്ടെന്ന് മുട്ട കേടായിപ്പോവും. ഒരു മുട്ട നമുക്ക് 3 രൂപ, അവർ 3.5 വിൽക്കുന്നു കടക്കാർ. ഞാൻ 1000 കാട വരെ വളർത്തതാണ്. നമ്മൾ ഇതെല്ലാം കുറേ ഇതിൻ്റെ അകത്ത് ഫുള്ള് കാടയായിരുന്നു. പക്ഷേ അന്ന് കണ്ണൂരേക്ക് കയറ്റിവിടാം. ഇപ്പം കണ്ണൂരേക്ക് കയറ്റിവിടാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് പേരിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് എണ്ണം കുറച്ചത്. ഇത് ചെറുതേനീച്ചയാണ്. എനിക്കിപ്പോൾ ഒരു 40 പെട്ടിയുണ്ട് ചെറുതേനീച്ച. ഇത് സാധാരണ എടുക്കുന്ന പോലെയല്ല, ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ഇതൊരു വേറൊരു എന്ന് പറഞ്ഞാൽ ഈച്ച ചാകാതെ തേനെടുക്കുന്ന ഇതിൻ്റെ തുള്ളിയിൽ ഒരു 200 മില്ലിയുടെ ജാറിൻ്റെ അകത്താണ് ഈ തേനുള്ളത്, ഈ മുകളിലത്തെ പാത്രത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ പാത്രത്തിനുള്ളിൽ തേൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൂട് പൊളിക്കുന്നില്ല. കൂട് പൊളിക്കാതെ തന്നെ മുകളിൽ നെട്ടും പൊളിട്ട് കഴിഞ്ഞാൽ തേൻ മാത്രം, കുപ്പി മാത്രം നമ്മൾ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച നമ്മൾ വൈകുന്നേരമാണ് തേനെടുക്കുന്നത്. ഈച്ച നമ്മൾ കുത്തുകയില്ല, ഈച്ച പുറത്ത് പോകല. സ്ത്രീകൾക്ക് വേണമെങ്കിലും എടുക്കാം, ആർക്ക് വേണമെങ്കിലും വളർക്കാം, കുത്തുവൊന്നും പേടിക്കണ്ട.
ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ ഒരു ഓർഗാനിക് വില്ലേജ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ പേരിൽ ഞാൻ അതിൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് ചെറിയ പൈസ റെൻ്റാക്കിക്കൊണ്ട് അവർ കൊടുക്കുക. അപ്പം വരുന്ന ഗസ്റ്റുകൾ ഒരു ചെറിയ പൈസ മേടിക്കും. അപ്പോൾ എനിക്കൊരു സമയം പോക്കാകിയ മിക്കവാറും ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരു മാസം ഒരു 3-4 ദിവസം ആൾക്കാരുണ്ടാകുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പൈസ വരുമാനവും ആകും, നമ്മുടെ ഏകാന്തം ഒഴിവാകും, നമുക്ക് വർത്തമാനം പറയാനും നമുക്കൊരു കൂട്ടാവും. അപ്പം വരുന്നവർക്ക് ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അഡീഷണൽ ബെഡ് ഇട്ട് കൊടുത്ത് ഹാളിൽ ബെഡ് ഇട്ട് കൊടുക്കും. പിന്നെ കിടക്കാൻ കട്ടിലാണെങ്കിൽ ഒരു 12 പേർക്ക് കിടക്കേണ്ട കട്ടിലുണ്ട്. ബാക്കി വരുന്ന ആൾക്കാർക്ക് അഡീഷണൽ ബെഡ് ഇട്ട് കൊടുത്തിട്ട് 20 പേരെ വരെ ഇവിടെ അക്കോമഡേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഫാം ടൂറിസം, അഗ്രി ടൂറിസം നെറ്റ്വർക്കിൻ്റെ ഫാം ടൂറിസം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം വരുന്ന ഗസ്റ്റുകളെ ഫാം കാണിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അഡീഷണൽ പൈസ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ അവർ വന്നു, അവർക്ക് സമയം പോകാൻ വേണ്ടി അവർ സമയങ്ങൾ ഫ്രൂട്ട്സ് പറിക്കുന്നു, അവർക്ക് തന്നെ പഴവർഗ്ഗങ്ങൾ പറിക്കാനുള്ളൊരു സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മളൊരു 3 റൂമും ഹാളുമാണ് നമ്മളിപ്പം റെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലുള്ളതാണ്. അതുപോലെ ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ അത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്ക് അതിൻ്റെ. അതായത് ഫാം വിസിറ്റ് ആൻഡ് ഫാം പ്രൊഡക്റ്റ് സെല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും നമ്മുടെ ഫാം വിസിറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം കുർബാന ഒഴിവാക്കില്ല. ഞായറാഴ്ച കുർബാന കറക്റ്റായിരിക്കും. പിന്നെ അല്ലാത്ത പ്രാർത്ഥിക്കാനിപ്പം വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, പിന്നെ ശാലോൺ TV ഓണാക്കും, അതിൻ്റെ നിന്ന് കൊന്ത അവിടെ TV കൊടും. ദൈവത്തിൻ്റെ കരുത് കൊണ്ട് മാത്രമല്ല ഇത് ഉണ്ടാകുന്നില്ല, പിന്നെ ഇത് ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ജാതി കായ്ക്കോ, ജാതി ഇങ്ങനെ എല്ലാം ദൈവം ഇല്ലാതെ ഒന്നും നടക്കില്ല.